ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കരിങ്ങാച്ചിറ കത്തനാർ, നെട്ടൂർ തങ്ങൾ, ചെമ്പിൽ അരയൻ എന്നിവർ ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഘോഷയാത്ര നടത്തുന്നത്. സ്മിത ഹരിദാസ് കൂടുതൽ വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്നും ചേരുന്നു. സ്മിത, ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെ, വിശേഷങ്ങൾ എന്തൊക്കെ? വേണു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നാലുണ്ടല്ലോ കേരളത്തിന്റെ ഒരു പരിസരം ഇതുണ്ടോ, ഇവിടെ ഒരു ബേബി ഉണ്ട്. ആ ബേബിയെ കളിപ്പിക്കാൻ വേണ്ടി ഇവര് വന്നിരിക്കുക. നേരത്തെ നമ്മൾ രാവിലെ കണ്ടതാണ് ഇവരെ. ഈ വാവയെ നോക്ക്, കണ്ട ഇത്രയും കുഞ്ഞു കുട്ടി മുതൽ ഇങ്ങനെ വന്നു നിൽക്കുക. രണ്ട് സൈഡിലും രാജപാതയുടെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ പഴയ രാജകാല സ്മരണയെ ഉണർത്തി തന്നെയാണല്ലോ ഈ അത്തം ഘോഷയാത്ര. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം അതെന്താണെന്ന് പരിശോധിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഏത് രീതിയിലുള്ള കലാരൂപങ്ങളുമുണ്ട്. ഒരു വശത്തെ മാർഗംകളിയും കയ്യോട്ടിക്കളിയും ഒപ്പനയും അതങ്ങനെ പോവുകയാണെങ്കിൽ മറുവശത്ത് ഇതാ കാവടിയാട്ടം. കാവടിയാണ് ഈ കാണുന്നത്. ഇത് പഞ്ചവടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അതിന്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ആംബുലൻസ് കാണാം. അപ്പൊ ഇരുപാതകളിലും നിറയെ ആളുകൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. അതിനിടയിൽ വീടുകളുടെ സൈഡിലും മട്ടുപ്പാവിലും ഒക്കെ ആളുകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് നമ്മുടെ 24ന്റെ പ്രേക്ഷകരും ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് നല്ല സന്തോഷമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അതിനിപ്പോ ഒരു തരത്തിലുള്ള പ്രായ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാവരും ഉണ്ട്. നമ്മളിന്ന് രാവിലെ കണ്ട രൂപങ്ങളാണിത്. ഓരോ സിനിമയിലെ നേരത്തെ ഞാൻ മാമുക്കോയ, കുതിരവട്ടം പപ്പൂര് മാമുക്കോയ എന്ന് പറഞ്ഞു പോയി. എല്ലാ പ്രേക്ഷകരും കൂടെ കുറച്ചു നേരം എന്നെ എയറിൽ നിർത്തി, അറിയാതെ പറഞ്ഞു പോയതാ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ജനപ്രിയ കഥാപാത്രങ്ങളുണ്ട്. അതിന്റെ തൊട്ടു മുന്നിലായിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോ എന്തായാലും പേര് പറയുന്നില്ല. ജയസൂര്യ, അതുപോലെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒക്കെ നല്ല ജനപ്രിയ കഥാപാത്രങ്ങളുണ്ട്. ഒപ്പം തന്നെ അമ്മൻകുട, അങ്ങനെയുള്ള അമ്മൻകുടം പോലെയുള്ള കലാരൂപങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ രണ്ട് പാതയുടെയും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് എത്രയോ പേരാണ്. എനിക്ക് തോന്നുന്നു അവര് സാധാരണ പോലെയല്ല, ഒരു തിരക്ക് വന്നാൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതങ്ങനെയല്ല. എല്ലാവരും വളരെ ക്ഷമയോടുകൂടി ഇത് കാത്തിരുന്ന് കാണുകയാണ്. കേരളത്തിൽ എന്തെല്ലാം കലാരൂപങ്ങളുണ്ടോ, വടക്ക് മുതൽ തെക്ക് അറ്റം വരെ എന്തെല്ലാം കലാരൂപങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിലൊന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഇവിടെ വന്നാൽ മതി എന്നുള്ളതാണ്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ ഈ ആർഭാടങ്ങൾ, ആഘോഷങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം എല്ലാവരും ഇതിൽ പങ്കാളികളാവുന്നു എന്നുള്ളത് കൂടിയാണ്. എല്ലാവരും ആഘോഷത്തോടെ ഇതിന്റെ പങ്കാളികളായി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേണം ഇത് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. തൃപ്പൂണിത്തുറയിൽ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്കാണ് തുടക്കമായത്. ഘോഷയാത്രയ്ക്കൊപ്പം S വിജയകുമാർ ഉണ്ട്. വിജയകുമാർ, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഘോഷയാത്രയുടെ ഇടയിൽ നിൽക്കുകയാണ്. ഘോഷയാത്രയുടെ ഏതാണ്ട് അതിന്റെ ഒരു മുൻഭാഗം ഇതിനോടകം പുറത്തേക്ക് പോയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ഇങ്ങനെ നമ്മളുടെ ഇടയിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ കാവടി അടക്കം അല്ലെങ്കിൽ മേളങ്ങളടക്കം വിപുലമായ കലാപരിപാടികൾ ഈ ഘോഷയാത്രയോടൊപ്പമുണ്ട്. കേരളത്തിന്റെ പ്രാചീന കലാരൂപങ്ങൾ, ഒരു ഭാഗത്ത് തെയ്യമുണ്ട്, പടയണിയുണ്ട്, അങ്ങനെ പലതരം പ്രത്യേകതരം നൃത്തങ്ങളുണ്ട്. പലതിൻ്റെയും പേര് ഒരുപക്ഷെ നമുക്കറിയില്ല. കാരണം വെച്ചാൽ ഇത് പ്രാചീന കലാരൂപങ്ങളിലാണ് പലതും. അതൊക്കെ അന്യം നിന്ന് പോകുന്നതാണ്. ഇവിടെ പടയണി കാണാം. പടയണി അത് നമ്മുടെ തെക്കൻ മധ്യ കേരളത്തിന്റെ ഒരു കലാരൂപമാണ് പടയണി. അത് ഈ പാളകളിൽ, ഈ കവുങ്ങിന്റെ പാളകളിൽ തീർത്ത ഒരു ചില രൂപങ്ങളൊക്കെ തീർത്ത പടയണി പോലെയുള്ള കലാരൂപങ്ങൾ. മത്സ്യനൃത്തം എന്ന് പറയുന്ന ഒരു നൃത്തമാണ്. ഇതൊക്കെ പ്രാചീന കേരളത്തിൽ ഉള്ള, അല്ലെങ്കിൽ നമ്മളുടെ പഴയകാല ഓർമ്മകളിൽ പലയിടത്തും ചിലത് അവശേഷിക്കുന്നതിന്റെ ഓർമ്മകൾ മാത്രമാണുള്ളത്. ആ നൃത്തരൂപമാണ് പോകുന്നത്. ഇതൊക്കെ ഈ പുരാണ കഥാസന്ദർഭങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ നൃത്തങ്ങളിൽ അധികവും. മേളങ്ങൾ പലതുണ്ട്. പഞ്ചവാദ്യമുണ്ട്, ചെണ്ടമേളമുണ്ട്, നാഗസ്വരമുണ്ട്, അതുപോലെ തന്നെ കാവടിയുണ്ട്, തകില്, നാഗസ്വരം, അങ്ങനെ പലതരം മേളങ്ങളുണ്ട്. ഇതുകൂടാതെ നിശ്ചല ദൃശ്യങ്ങൾ, ഒരു നിരവധി നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അതൊക്കെ ഇതിനോടകം ഈ ഗ്രൗണ്ടിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ തൃപ്പൂണിത്തുറയുടെ പ്രധാനപ്പെട്ട വഴിയുടെ ഇരുവശത്തും ആളുകൾ ധാരാളമായി നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരു പക്ഷേ ആ വഴിയരികൾ നിന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഇത് വേറൊരു നൃത്തരൂപമാണ്. അത് നമ്മളുടെ എന്താണ് പഴയ, നമ്മൾ പണ്ടൊക്കെ ചില കാഴ്ചകൾ ഇതാ നോക്കൂ. അത്തരം ചില കാഴ്ചകൾ
നമുക്ക് കാണാം. ഇതൊക്കെ ഈ തൃപ്പൂണിത്തുറയിലെ അത്താഘോഷ വേദി മാത്രം, അപൂർവമായ ചില വേദികളിൽ മാത്രമാണ് ഇവർക്ക് ഇതിന്റെ പ്രകടനത്തിന് അവസരം ലഭിക്കാറുള്ളത്, അല്ലെങ്കിൽ ഈ കലാപ്രകടനം നടത്താൻ അവസരം ലഭിക്കാറുള്ളത്. വർഷത്തിൽ 1-2 വേദികളാണ് ഇവർക്ക് ആകെ ഇത്തരം കലാരൂപങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവരൊക്കെ ഈ വേദി ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല. ഇവിടെ പടയണിയുണ്ട്, അതുപോലെ തന്നെ അർജുന നൃത്തമുണ്ട്, മയൂര നൃത്തമുണ്ട്, അങ്ങനെ എന്താണ് ശലഭ നൃത്തമുണ്ട്, അങ്ങനെ പലതരം നൃത്തരൂപങ്ങൾ ഇവിടെയുണ്ട്. ആ നൃത്തരൂപങ്ങളുടെയൊക്കെ വേഷങ്ങൾ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അവരൊക്കെ അല്പസമയത്തിനകം ഈ ഘോഷയാത്രയുടെ ഭാഗമാകും. ഈ ഘോഷയാത്രയുടെ മുൻഭാഗം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ തൃപ്പൂണിത്തുറ നഗരത്തിന്റെ ഹൃദയഭാഗമായ ആ സ്റ്റാച്യുവിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇതിന്റെ ഈ ഘോഷയാത്രയുടെ ഒരു ഭാഗം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവിടെ അതിന് ബാക്കിൽ നമ്മളുടെയൊക്കെ പിന്നിൽ ഇങ്ങനെ ആളുകൾ അണിനിരന്ന് നിൽക്കുന്നതേ ഉള്ളൂ, കലാരൂപങ്ങളൊക്കെ അണിനിരന്ന് നിൽക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ വേറൊരു ഒരു ഘോഷയാത്രയുടെ മറ്റൊരു ഭാഗം ഇതിന് വേറൊരു വശത്തുകൂടി സ്റ്റാച്യുവിന്റെ അവിടേക്ക് പോകുന്നുണ്ട്. കാരണം അതിൽ അധികവും ഈ നിശ്ചല ദൃശ്യങ്ങളാണ്, സാമൂഹ്യ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളാണ്. അത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ പാസ് ചെയ്ത് ആ സ്റ്റാച്യുവിന്റെ അവിടെ എത്തും. ഈ ഘോഷയാത്രയോടൊപ്പം അവരും ചേരും. നേരത്തെ ഇവിടെ അത്തം പതാക ഈ അത്തം നഗറിൽ ഉയർത്തിയതോടെയാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. സ്പീക്കർ എൻ ഷംസീറാണ് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, കേരളത്തിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയവും തൃക്കാക്കരയിലെ ക്ഷേത്രോത്സവവും. അപ്പോൾ അതങ്ങനെ ഓണത്തിന് തുടക്കം കുറിച്ച് ഓണവിളംബരം, അതിവിടെ ഈ ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ ഒരു പെരുമ്പറയുണ്ട്. ആ പെരുമ്പറ മുഴക്കിയാണ് ഈ ഘോഷയാത്ര പോകുന്നത്. ആ പെരുമ്പറ മുഴക്കുന്നത് ഇതാ ഓണമെത്തി, ഇന്ന് അത്തമാണ് എന്ന് നാട്ടാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ടാണ് ആ പെരുമ്പറ നീങ്ങുന്നത്. അതിന് തൊട്ട് പിന്നിൽ പല്ലക്കുണ്ട്. പണ്ട് രാജാവ് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. പക്ഷേ രാജഭരണമൊക്കെ പോയി ജനാധിപത്യ ഭരണം വന്നു. ജനാധിപത്യ സർക്കാരുകളും അതിന്റെ പ്രതീകം എന്ന നിലയിൽ അതൊക്കെ ഈ ഘോഷയാത്രയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഘോഷയാത്രയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്തരം കാഴ്ചകൾ, മേളങ്ങൾ, നൃത്തങ്ങൾ, അങ്ങനെ എല്ലാത്തരം കണ്ണിനും മനസ്സിനും ഒക്കെ ആനന്ദം നൽകുന്ന നൃത്തങ്ങൾ, രൂപങ്ങൾ, കാഴ്ചകളൊക്കെയാണ് ഈ ഘോഷയാത്രയിൽ ആകെ അണിനിരക്കുന്നത്. അങ്ങനെ ഘോഷയാത്ര പോവുകയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയം, അത് അത്തവിളംബരം, ഓണവിളംബരം കുറിച്ചുകൊണ്ട് ഇതാ ഈ ഘോഷയാത്ര നഗരം ചുറ്റുന്നു. ഇവിടെ കിഴക്കേക്കോട്ട വഴി, സ്റ്റാച്യു വഴി ഇങ്ങനെ കറങ്ങി വീണ്ടും ഇവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ എത്തും. ഇനി 10 നാൾ ഉത്സവമാണ്. നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും. ആ ഓണം ആഘോഷിക്കാൻ മനസ്സുകൊണ്ടൊക്കെ ഒരുങ്ങി എന്നതാണ് ഈ സന്ദേശം നൽകുന്നത്. ഈ ഘോഷയാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മളുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആ വേഷങ്ങളൊക്കെ, അവരുടെ നൃത്തരൂപങ്ങളൊക്കെ ഇങ്ങനെ നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവിടെ പടയണി കലാകാരന്മാർ അവിടെ തയ്യാറായി നിൽക്കുന്നു. നാസിക് ഡോളുണ്ട്. അവരൊക്കെ അവരുടെ മേളം അല്പസമയത്തിനകം തുടങ്ങും. ഓരോരുത്തർക്കുമുള്ള അവസരം ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൂടെയാണ് ആ ഘോഷയാത്ര കടന്നു പോകുന്നത്. വലിയ ജനപങ്കാളിത്തം, 10,000-കണക്കിന് ആളുകൾ ഈ ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. ഈ തൃപ്പൂണിത്തുറയിലെ ഈ റോഡിന്റെ ഇരുവശത്തും പ്രത്യേകം ബാരിക്കേഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റോഡിന് ഇരുവശത്തും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് ഇത് ആസ്വദിക്കാൻ കഴിയും. നമുക്കറിയാം, കേരളത്തിന് വിവിധ ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഈ അത്താഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അത്തം കേവലം ഒരു തൃപ്പൂണിത്തുറക്കാരുടെ ആഘോഷം മാത്രമല്ല, കേരളത്തിന്റെ ആഘോഷമാണ്. കേരളത്തിന്റെ ഓണക്കാലത്തിന്റെ തുടക്കം കുറിക്കുന്ന ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് അതിന്റെ പ്രൗഢിയും ആവേശവും അതിന്റെ നിറപ്പൊലിമ, ഓണത്തിന്റെ നിറപ്പൊലിമ ഒന്നും ചോരാതെ ഇത്തവണയും നമുക്ക് മുണ്ടക്കയം ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിലും ആചാരപരമായ പൊലിമ അതിന്റെ പകുട്ട് പോകാതെ തന്നെയാണ് ഇത്തവണയും ആഘോഷം നടത്തുന്നത്. ഇതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരന്തബാധിതരെ സഹായിക്കാൻ ഈ തൃപ്പൂണിത്തുറ നഗരസഭ നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. വേണു. ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. വിവിധ കലാരൂപങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രധാന ഗ്രൗണ്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈ കലാരൂപങ്ങൾ, വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുന്നു. മുഖ്യവേദിക്കരികിൽ നിന്ന് അനുജ രാജേഷും ചേരുന്നു. അനുജ, ഈ ഘോഷയാത്ര അവിടെ എത്തിയോ? എന്താണ് ഈ മുഖ്യവേദിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. അപ്പോൾ അത് ക്രമം അനുസരിച്ച് കൊണ്ട് തന്നെ ഓരോ കലാരൂപം അതിങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൽ കേരളം എന്താണ്, കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള നമ്മളുടേത് മാത്രമായ നാടൻ കലാരൂപങ്ങൾ അതെല്ലാം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് വേണു. കൂടാതെ ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുലിക്കളി എന്നൊക്കെയുള്ളത് നമ്മുടെ ഓണത്തിന്റെ ഓർമ്മകൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരുപാട് പുലികൾ ഇതുവഴി കടന്നുപോയി. ഇനിയും പുലികൾ കാത്തു നിൽപ്പുണ്ട്. അതിൽ കുട്ടികളുണ്ട്. അവർ കുടമണി കിലുക്കിയൊക്കെ, അരമണി കിലുക്കിയൊക്കെ, കുടവയറൊക്കെ കുലുക്കിക്കൊണ്ട് പോകുന്ന പുലികളെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ബാൻഡ് മേളം, പഞ്ചവാദ്യം, തെയ്യം ഇതെല്ലാം ഇതുവഴി കടന്നുപോയി. ഇനിയിപ്പോൾ അടുത്ത സെറ്റ്
മറ്റ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതാണ് കേരളം, മതസൗഹാർദ്ദത്തിന്റെ പ്രത്യേകമായ കേരളം ഇതാണ്. ഇതിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ജാതിമത ഭേദമന്യേ ആളുകൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്, ഇത് കാണാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയുടെ നഗരവീഥികൾ അത് ഇരു ഭാഗവും നിറഞ്ഞു കവിഞ്ഞ ആൾക്കൂട്ടമാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാനും അതിൽ പങ്കുചേരാനും. ഇപ്പോൾ ചെണ്ടമേളം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അത് പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ്. കൃത്യമായി തന്നെ ഇതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകാത്ത തരത്തിൽ അനൗൺസ്മെന്റ് അനുസരിച്ച് അവരുടെ പേര് വിളിക്കുമ്പോൾ അവർ ഇതുവഴി കടന്നു പോകുന്നു എന്നതാണ്. കാവടിയുണ്ട്. അങ്ങനെ നമ്മൾ കാണാത്ത ചില കലാരൂപങ്ങളൊക്കെ വേദന എത്തി ഇതുവഴി കടന്നു പോകുന്നത് കണ്ടു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേരളം എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി പറയേണ്ടി വരും. നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ മതസൗഹാർദ്ദത്തിന്റെ കേരളം, അത് തകർക്കാൻ പല ശ്രമങ്ങളും നടക്കുമ്പോഴും അതിലൊന്നും പെട്ടുപോകാതെ ഇരിക്കുന്ന കേരളം. ആ മത സാഹോദര്യത്തിന്റെ പ്രതീകമാണ് അത്തച്ചമയ ഘോഷയാത്ര. നമ്മളുടെ സാംസ്കാരിക ഘോഷയാത്രയാണ്. അത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്. ഓണത്തിന്റെ സന്ദേശം നൽകുന്നത് അത് ഇവിടെ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കേരളീയർ ഓണത്തിന്റെ ആഘോഷത്തിലേക്ക് പോകുന്നു. ഇന്ന് ചിങ്ങത്തിലെ അത്തമാണ്. 2 ദിവസം, ഇന്നലെയും അത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണോ ഇന്നാണോ അത്താഘോഷം എന്നൊക്കെയുള്ളതിൽ ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അത് പണ്ഡിതർ പറഞ്ഞതനുസരിച്ച് ഇന്ന് തന്നെയാണ് അത്തം. 2 ദിവസങ്ങളിലായി ഒരേ നാൾ വന്നാൽ അതിൽ 6 നാഴികയിൽ കൂടുതൽ വരുന്ന 2ാമത്തെ ദിവസം. അതാണ് ഇത്തരത്തിലേക്കുള്ള ആഘോഷങ്ങൾക്ക് എടുക്കുന്നത് എന്നത് പണ്ഡിതർ പറഞ്ഞത് പ്രകാരം ഇന്ന് തന്നെയാണ്. അപ്പോൾ അത്തപ്പത്തിന് പൊന്നോണം എന്നുള്ളത് അതുപോലെ തന്നെയാണ്. ഇന്ന് തുടക്കത്തിൽ കുറച്ച് മഴയുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ അത്തപ്പത്തിന് പൊന്നോണം, അത്തച്ചമയം, കെങ്കേമം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ കെങ്കേമമായ ഒരു അത്തച്ചമയ ഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അത്തച്ചമയ ഘോഷയാത്ര കടന്നു പോവുകയാണ്. ഇവിടുത്തെ ഈ മെയിൻ ഗ്രൗണ്ടിൽ നിന്ന് പടിഞ്ഞാറേ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി അത് SN ജംഗ്ഷനും വടക്കേക്കോട്ടയും ബസ് സ്റ്റാൻഡും എല്ലാം കടന്ന് പൂർണ്ണ അമ്പലവും ഒക്കെ കടന്ന് തിരികെ ഇങ്ങോട്ടേക്ക് ഉച്ചയോടെ 2 മണിയോടെ എത്തിച്ചേരും തിരികെ എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനിയുള്ള ഇന്ന് മുതൽ 10ാം നാൾ ഓണം വരെ ഇവിടെ വലിയ ആഘോഷമാണ്. അത് കേരളം മുഴുവൻ ആഘോഷമുണ്ടാകും. പക്ഷെ അപ്പോഴും നമ്മൾ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ഓർക്കുകയാണ്. അവരെ ഉൾച്ചേർത്തുകൊണ്ടുള്ളൊരു ഓണമാണ് ഇക്കുറി നമുക്കുള്ളത്. ഇവിടെ അത്തച്ചമയ ഘോഷയാത്രയിലും ഇവർ സമാഹരിക്കുന്ന തുക അത് വയനാട് ദുരന്തബാധിതർക്കായി നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇക്കുറിയും നടത്തിയിട്ടുള്ളത്. അങ്ങനെ പഴയ ഒരു രാജഭരണകാലത്തിന്റെ അവശേഷിപ്പുകൾ ആ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇപ്പോഴും അത് മറ്റു